ദുബായിയുടെ ഹിസ്റ്ററിയും കൾച്ചറും എല്ലാം ശരിക്കും കാണണമെങ്കിൽ സിറ്റിയിൽ നിന്ന് കുറച്ച് മാറിയിട്ടുള്ള ഓൾഡ് ദുബായിലേക്ക് വരണം. സോ ലെറ്റ്സ് എക്സ്പ്ലോർ ഓൾഡ് ദുബായ് ടുഡേ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അറേബ്യൻ ടീ ഹൗസിന് മുമ്പിലാണ്. ഇതെന്ന് പറയുന്നത് ദുബായിലെ വൺ ഓഫ് ദി ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഓത്തൻറ്റിക് എമിറാറ്റി റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ നിന്നാണ് നമ്മളിന്ന് ലഞ്ച് കഴിക്കാൻ പോകുന്നത്. So let's go inside. ഇപ്പം ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഭയങ്കര ക്യൂ ആണ് ഈ സ്ഥലത്ത് കയറാനായിട്ട്. സോ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാൻ ഉള്ളിലേക്ക് ഒരു സ്ഥലത്തെത്തി. ആൻഡ് ഇത് കാണാൻ സോ പ്രിറ്റി. നമ്മുടെ മുകളിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ കുറേ പഴയ ദുബായിലെ കുറേ സംഭവങ്ങളുടെയൊക്കെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്. ആൻഡ് ഈ അറേബ്യൻ ടീ ഹൗസ് Oh. Thank you. അടിപൊളി. സോ ഈ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആയത് 1997-ലാണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ ഓഫ് ദി മോസ്റ്റ് ഓൾഡസ്റ്റ് ട്രഡീഷണൽ എമിറാറ്റി ഫുഡ് കിട്ടുന്നൊരു സ്പേസ് ആണെന്ന് പറഞ്ഞിട്ടാണ് നമ്മളിങ്ങോട്ട് വന്നത്. സോ മെനുവിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഈ മെനുവിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലെല്ലാ പേജിലും അവരുടെ ഫുഡിൻ്റെ ഫോട്ടോസ് കാണിച്ചിട്ടുണ്ട്. ലൈക്ക് യു ക്യാൻ സീ നമ്മൾ ഓർഡർ ചെയ്യുന്ന സംഭവം എന്താണെന്ന്. അപ്പോൾ നമുക്കിത് കണ്ടറിഞ്ഞ് നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. ഇത് ഇവിടുത്തെ ഒരു ഫേമസ് സാധനമാണ്. ഇറ്റ്സ് എന്താണ് ബിരിയാണി ലഹം, അതായത് ലാം ബിരിയാണി. അപ്പം ഇതാണ് നമ്മുടെ സംഭവം. ഇതാണെങ്കിലും മുറിച്ചിട്ടതാണ്. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ലാം പീസസ് നമുക്കിവിടെ കാണാം. ടേസ്റ്റ് എങ്ങനെയാണ് നോക്കാം. അടിപൊളി. ഇത് കുറച്ച് മസാല ഇത്തിരി കുറവാണ് ഇത്, ബട്ട് ടേസ്റ്റ് അടിപൊളിയായിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ എന്റെ ബാക്കിൽ കാണുന്നതാണ് അൽ ഫഹീദി ഫോർട്ട്. ഇത് ആക്ച്വലി 2020 മുതലെങ്ങാണ്ട് റെനോവേഷന് വേണ്ടി ക്ലോസ്ഡ് ആണ്. ബട്ട് സ്റ്റിൽ ഞങ്ങളിത് കാണാൻ വന്നു. കാരണം ദിസ് ഇസ് ദി ഓൾഡസ്റ്റ് ബിൽഡിംഗ് ഇൻ ദ ദുബായ് സിറ്റി. അതായത് ഇത് പണിതത് എന്തോ 1787-ലാണ്. കഴിഞ്ഞ 230 വർഷം എങ്ങാണ്ടായി ഇത് ഇവിടെ നിൽക്കുന്നു. സോ അതുകൊണ്ടാണ് ഞങ്ങളിത് കാണാൻ വേണ്ടി വന്നത്. ഇത് പണ്ടൊരു ഫോർട്ട് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സിറ്റിയുടെ പ്രൊട്ടക്ഷൻ അതിനു വേണ്ടിയൊക്കെ പണിതൊരു സാധനമാണ്. ബട്ട് ദെൻ പയ്യെ അത് റോയൽ റെസിഡൻസ് ആയി മാറി. പിന്നെ അത് ഇവരുടെ വെപ്പൺ സ്റ്റോറേജ് ഏരിയ, മിലിറ്ററി ബേസ്, പ്രിസൺ, അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്തു. ബട്ട് ദെൻ ലേറ്റർ UAE ഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ അൽ ഫഹീദി ഫോർട്ട് മാറ്റി അത് ദുബായ് മ്യൂസിയം ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഇപ്പോൾ അത് ദുബായ് മ്യൂസിയമാണ്. ബട്ട് ദെൻ ഇറ്റ്സ് ക്ലോസ്ഡ് ഫോർ റെനോവേഷൻ. അപ്പോൾ നമുക്ക് ഉള്ളിൽ കയറി കാണാനൊന്നും പറ്റില്ല. ഇത് ദുബായ് പണ്ടൊരു ഫിഷിംഗ് വില്ലേജൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷനിൽ നിന്ന് എങ്ങനെയാണ് ഇപ്പോഴത്തെ നമ്മുടെ ലക്ഷൂറിയസ് ആയിട്ട് ഈ ഒരു സിറ്റി ആയിട്ട് മാറിയെന്നുള്ള ഫുൾ സ്റ്റോറി അല്ലെങ്കിൽ അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ബട്ട് നമ്മളത് മിസ്സായി. എനിവേ ഇതാണ് അൽ ഫഹീദി ഹിസ്റ്ററിക്കൽ നെയ്ബർഹുഡ്. ഇതെന്ന് പറഞ്ഞാൽ ദുബായിലെ വൺ ഓഫ് ദി ഓൾഡസ്റ്റ് നെയ്ബർഹുഡ്സ് ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ പണ്ടത്തെ ദുബായ്, അതായത് ഒരു 19th സെഞ്ച്വറി ദുബായിലൊക്കെ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ ഈ ബിൽഡിങ്സ് ഒക്കെ പ്രിസർവ് ചെയ്ത് വെച്ച് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കുന്ന ഒരു സ്ഥലമാണിത്. നമ്മൾ ആ സിറ്റിയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഉള്ള ഒരു ഡിഫറൻസ് ഭയങ്കര ഡിഫറൻസ്. അതായത് ഇവിടെ ഒന്നും സ്കൈ സ്ക്രീപ്പേഴ്സ് ഇല്ല. ജസ്റ്റ് പണ്ടത്തെ പോലെ പണ്ടത്തെ ഒരു ദുബായിയുടെ ഫീല് നമുക്ക് കിട്ടും. ഇതൊക്കെ ഓരോ സൂക്സ് ആണ്. ഈ ബസാറിനെയാണ് ഇവർ സൂക്ക് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ കുറേ ചുറ്റും നമുക്ക് ഇങ്ങനെ കുറേ സംഭവങ്ങൾ കാണാം. കൊള്ളാം. പണ്ടത്തെ ബിൽഡിങ്സ് തന്നെയാണ് ഇവിടെ ഇപ്പോഴും അവർ നിലനിർത്തി പോകുന്നത്. ഓരോരോ എല്ലാത്തിനും കളറൊക്കെ കണ്ടില്ല, എല്ലാം മഞ്ഞ കളറിലുള്ള ഒരു അടിപൊളിയായിട്ടുണ്ട്. ദുബായിയുടെ മറ്റൊരു സൈഡ് പെട്ടെന്നൊരു നാട്ടിലെത്തിയ ഫീല്.
വേണ്ട, പുള്ളി മലയാളമല്ലേ പറഞ്ഞത്, ഷോള് വേണ്ടേന്നൊക്കെ. ഇവിടെ കുറേ മലയാളീസ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ എവിടെ ചെന്നാലും അവിടെ ഒരു മലയാളി ഉണ്ട്. ഈ കടകളിൽ നിൽക്കുന്നവരും അങ്ങനെയുള്ളവരൊക്കെ മെയിൻലി മലയാളികളാണ്. ഇന്ന് മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചറിൽ പോയപ്പോൾ അവിടെ മലയാളി, ദുബായ് മോളിൽ പോയപ്പോൾ അവിടെ മലയാളി, എവിടെ നോക്കിയാലും മലയാളികളുണ്ട്. ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ദുബായ് ക്രീക്കിൻ്റെ സൈഡിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ആ ക്രീക്ക് ക്രോസ് ചെയ്ത് നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കുറേ സൂക്സും സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഗോൾഡ് സൂക്ക്, സ്പൈസ് സൂക്ക്. ഇത് കണ്ടോ, ദുബായ് മ്യൂസിയം, അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അവിടെ നമ്മൾ മസ്ജിദും കണ്ടു, ഗ്രാൻഡ് മസ്ജിദ് ബർ ദുബായ്. ഇത് ഇവരുടെ ഗ്രാൻഡ് സൂക്ക് ആണെന്ന് തോന്നുന്നു. ഹിസ്റ്റോറിക്കൽ ഷിൻഡാഖ ഡിസ്ട്രിക്റ്റ്. കൊള്ളാം. നമുക്കിനി നമ്മുടെ ക്രീക്കിൻ്റെ സൈഡിലേക്ക് പോവാം. സോ ഞങ്ങളിപ്പോൾ 2 അത്തറും, നമ്മളെ പറ്റിച്ചാണോന്ന് അറിയില്ല, എനിവേസ് 2 അത്തറും ഒരു ദുബായിയുടെ മാഗ്നറ്റ് വാങ്ങിച്ചിറങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലോക്കൽ അബ്ര സ്റ്റേഷൻ. അബ്ര എന്ന് പറഞ്ഞാൽ ഈ ചെറിയ ചെറിയ ഈ വാട്ടർ ബോട്ട്സ് കണ്ടില്ലേ, ഇതാണ്. ഇതെടുത്തിട്ട് നമുക്ക് ഈ ക്രീക്ക് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകാൻ പറ്റും. അപ്പുറത്ത് പോയി കഴിയുമ്പോൾ നമുക്ക് അവിടെ ഗോൾഡ് സൂക്കും പെർഫ്യൂം സൂക്കും അങ്ങനെ പല സാധനങ്ങളും കാണാൻ പറ്റും. കൊള്ളാം. ഇതാണ് നമ്മുടെ അബ്ര. നമ്മൾ ഇതിൽ കയറി ഇങ്ങനെ ഇരുന്നാൽ മതി. ഈ അബ്ര ക്രീക്ക് ക്രോസ് ചെയ്ത് നമ്മൾ അപ്പുറത്തെ സൈഡിൽ എത്തിക്കും. അവിടെ നമുക്ക് നമ്മുടെ ഗോൾഡ് സൂക്കും പെർഫ്യൂം സൂക്കും എല്ലാ സൂക്കുകളും ഒക്കെ കാണാം. 1 AED ആണ് ഇതിന്റെ വില, 1 AED. I think this is the cheapest thing you can buy in Dubai. ഇതേ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇവിടെ നമുക്ക് 1 AED ഇവിടെ ക്യാഷ് ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറി ഇരുന്ന് കൊടുത്താൽ മതി. സോ കുറച്ച് നേരം മുമ്പാണ് നമ്മൾ നമ്മുടെ അറേബ്യൻ ടീ ഹൗസിൽ കയറിയത്. അവിടെ ഒരു കറക്റ്റ് ചായയുടെ വില എന്ന് പറഞ്ഞാൽ 30 ദിറമായിരുന്നു, 30 ദിറം. അപ്പോൾ ഞങ്ങളത് വേണ്ടാന്ന് പറഞ്ഞു. ഞങ്ങളിത് ഇപ്പോൾ ഓൾഡ് ദുബായിലെ ഈ സൈഡിലെത്തി. ആൻഡ് ഇവിടെ ഈ ചായയുടെ വില ഈസ് 1 ദിറം. ഇതാണ് വ്യത്യാസം. ചായ അടിപൊളി. നമ്മുടെ മലയാളി ചേട്ടന്മാരുടെ കടയാണ്. സോ രണ്ടിനും ഏകദേശം സെയിം ടേസ്റ്റ് ആണ്. ഇത് കരക് ചായ, അതാണ് ഇവരുടെ പ്രത്യേകത എന്ന് തോന്നുന്നു. ഇന്നലത്തെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നി. ചത്തിരിക്കണം തോന്നി. ഇന്ന് അത്ര ചത്തിരിക്കില്ല. ഇന്ന് ഫുഡ് കഴിച്ചിട്ട് കുറച്ച് നേരമായിട്ടുള്ളൂ. പക്ഷെ കുറെ നടക്കണ്ട. നമ്മൾ ഫുഡ് കഴിക്കുന്നത് അത്രയും എനർജി നമ്മൾ നടന്ന്, ഇവിടെ എല്ലാം നടന്ന് കാണാനുള്ള സംഭവങ്ങളാണ്. സോ നിങ്ങൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾ മറ്റേ നടക്കാൻ പറ്റിയ ഷൂസും ചെരുപ്പും ഒക്കെ ഇട്ട് നിങ്ങൾ വന്നാൽ മതി. ബിക്കോസ് there's a lot of walking to do. ബ്ലോഗ് എടുത്ത് പോലീസ് കൊണ്ട് കയറി അടിച്ചാന്. ഇവിടെയാണ് നമ്മുടെ സൂക്സ് തുടങ്ങണേന്ന് തോന്നുന്നു. എന്റെ പൊന്നെ, ഇത് ഗ്രാൻഡ് സൂക്ക്, ദൈറ ഗ്രാൻഡ് സൂക്ക്. ഇവിടെ ഫുൾ സ്പൈസസും നമ്മൾ അവിടെ കണ്ട പോലെ തന്നെ. എനിക്ക് തോന്നുന്നു നമ്മൾ അവിടെ കണ്ടത് മീന ബസാറാണെന്ന് തോന്നുന്നുണ്ട്. അവിടെ കണ്ടാൽ തന്നെ ഇവരുടെ സംഭവങ്ങളുടെ മൊത്തം ബസാർ. ദിസ് ഇസ് ഗ്രാൻഡ് സൂക്ക് ദൈറ. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയാലോ? ഗോൾഡ് സൂക്ക് ഇങ്ങോട്ടുണ്ട്. ഗോൾഡ് സൂക്ക്, ഗോൾഡ് സൂക്ക് എത്തി. ഗോൾഡ് സൂക്കിൽ ഇതാണ് നമ്മൾ ഫസ്റ്റ് കാണുന്ന കട. ഇവിടെ ഒരു ഗോൾഡിന്റെ ഒരു
ഇതെന്താണ് അരപ്പട്ടേ? എന്തോ ഒരു അരപ്പട്ട പോലത്തെ സാധനം. ഇതൊരു ഗോൾഡിന്റെ ഒരു ബെൽറ്റ്. എന്താ സംഭവം? വേൾഡ്സ് ഹെവിയസ്റ്റ് ഗോൾഡ് റിംഗ് ആണിത്. അരപ്പട്ടല്ല, സോറി. വേൾഡ്സ് ഹെവിയസ്റ്റ് റിംഗ്. Ring is mounted with 5.1 kg of precious stones from the East End. ഇതെന്തോ ഒരു ഗോൾഡിന്റെ ഡ്രസ്, അത് ഗോൾഡിന്റെ ബിക്കിനി. ഇവിടെ കുറെ ഗോൾഡ് ആഭരണങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വലിയൊരു, ഇതൊക്കെ ആരെങ്കിലും ഇടുവോ? ഗോൾഡിന്റെ ഒരു ഫുൾ അങ്ങോട്ടൊരു ബോഡി സ്യൂട്ടാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ഞങ്ങളൊരു കടയിൽ കയറി, ഞങ്ങളത് ഈ സാധനം വാങ്ങിച്ചു. അപ്പൊ ഇതൊരു പിസ്റ്റാഷിയോടെ ഒരു ചോക്ലേറ്റ് ഞങ്ങൾ വാങ്ങിച്ചു. എന്താ ഓഫീസിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം. സോ ദാറ്റ്സ് ഇറ്റ്. അത് കഴിഞ്ഞ് കടയിൽ ഞങ്ങൾ നോക്കിയപ്പോൾ വി സോ ദിസ് ഏരിയ ആൻഡ് ഇറ്റ് ലുക്സ് സോ പ്രിറ്റി. നമ്മുടെ അറേബ്യൻ ഒരു വൈബ്, നല്ല അടിപൊളിയായിട്ടാണ്. അപ്പൊ നമ്മൾ ജസ്റ്റ് മുകളിലൊന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ.